It happens all the time to me because I think because I'm dark skinned. People don't like dark skinned people in our country. Forget others, my own parents. Like when I was born in the hospital, looking at me, their first reaction was, Ayyo. They said it so loudly, half the hospital thought I was a girl. Oh my God. My mom made it her mission in life to make me fairer. She had a poster of Michael Jackson in the kitchen. If his mom can do it, I can do it. My mom spent more money on almond milk to rub on my skin and make it fairer than buffalo milk to feed me. I was just born dark. I grew up to be dark and malnourished. Like I'm a fully grown adult today, but my mom doesn't let me touch coffee or tea, saying drinking them will make me darker. Boost and Bonvita also banned. People like my mom believe the color of what you eat affects the color of your skin. That's why South Indians are obsessed with eating everything in white. Rice with curd, appam with stew, idli with coconut chutney. Doesn't make a difference. No matter the color of what you eat, the end result is still brown. Skin. But I can understand my parents' disappointment because in my family we have both genes. My grandfather was dark, but my grandmother was fair. Forget South Indian fair. Forget North Indian fair. And they both got married because my grandfather was dark and rich. My grandmother was fair and poor. Now I am dark and poor. Hello, friend. Hello, friend. എന്റെ ലേബർ റൂം യാത്ര വളരെ രസകരമായിരുന്നു കേട്ടോ. വെളിയിൽ സൈലന്റ് എന്നാണ് എഴുതി വെച്ചിരിക്കണെങ്കിൽ അകത്തൊന്നൊന്നര വയലൻസ് ആണ്. നമ്മൾ ലേബർ റൂമിൽ അത്ര ഈ ആദ്യമായിട്ട് ഗൾഫ് പോണ ഒരാളെ ഫ്ലൈറ്റ് കയറ്റാൻ വേണ്ടി എയർപോർട്ടിൽ കൊണ്ടുപോകില്ലേ, ബന്ധുക്കളും നാട്ടുകാരും സ്വന്തക്കാരും, അതുപോലെ ഒരു പടയായിട്ട് റാലി പോലെ തന്നെ ലേബർ റൂമിന്റെ വാതിൽ വരെ കൊണ്ടാക്കി. ലേബർ റൂമിന്റെ വാതിലിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന എന്താണെന്നറിയോ, നമ്മൾ ഈ ഫുട്ബോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് കളിക്കാർക്ക് റെഫറി കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുമല്ലോ, അതുപോലെ എനിക്കിട്ട് പണി എന്നിട്ട് ദുബായി പോയിരുന്ന് വീഡിയോ കോൾ വിളിച്ച് കണ്ട്രാക്ട് വിടണ കെട്ടിയോ, നെഞ്ചത്ത് കയ്യും വെച്ച് ഗണപതി ഹോമം ഭഗവതി സേമയും ഒറ്റയ്ക്ക് ഒരുമിച്ച് നടത്തണ എന്റെ പെറ്റമ്മ. കൂട്ടത്തില് ദൈവത്തിനൊരു കൈക്കൂലിയും കൂടെ. എന്താണെന്നറിയോ, കൊച്ചാണാണെങ്കിൽ എന്റെ അച്ഛനെ കൊണ്ട് ശയനപ്രദർശനം നടത്തിക്കോളാന്ന്. എവിടെ? ശബരിമല വരെ. ഇതായിട്ട് അണ്ണാക്കിൽ ഇടിവെട്ടിയ പോലെ നിൽക്കണ എന്റെ അച്ഛൻ. അമ്മയുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത കുറവുണ്ടാണെന്ന് തോന്നുന്നു. കൊച്ചു പെണ്ണായിരുന്നു, അച്ഛൻ രക്ഷപ്പെട്ട്. അതും കഴിഞ്ഞ് തിരിച്ചു പോവാൻ നേരത്തെ പോണേ ഒരു കരച്ചിൽ കേൾക്കണം. നമ്മളെ വെള്ളിമുങ്ങ സിനിമയിൽ മറ്റേ അമ്മച്ചി കരയില്ല, എന്നെയും കൂടെ കൊണ്ടുപോ. നോക്കിയപ്പോ അമ്മായി അമ്മ 2 ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് നിന്നോട്ടെ എന്ന് ചോദിച്ചാ അപ്പൊ കുറുകുവേദന, മുട്ടുവേദന, മെഡില ഒബ്ലാങ്കേറ്റ വരെ തിരിഞ്ഞുപോയി എന്ന് പറയുന്ന കള്ള തള്ളയാണ് എന്റെ കൂടെ ലേബർ റൂമിന്റെ അകത്ത് വരാൻ വേണ്ടി കരഞ്ഞ് തള്ളണത്. ഇവരുടെ വിചാരം ഞാൻ എന്റെ അകത്ത് ഓജോട് വെക്കുകയാണ്. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയുമ്പോ കൂടെ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചു. ഇതിനെയൊക്കെ വല്ലവിധനെ തള്ളി മാറ്റി ലേബർ റൂമിന്റെ അകത്ത് കയറി. ലേബർ റൂം എന്ന് പറഞ്ഞാൽ സാധാരണ എന്റെ മനസ്സിൽ എന്താ, നമ്മൾ ഈ കാഞ്ചന സിനിമയിലെ ബംഗ്ലാവില്ലേ, ഏത് അതന്നെ, അന്ന് വിചാരിച്ചേണ്ട കാര്യം കയറി ചെന്ന്. പക്ഷെ നമ്മുടെ രാപ്പകൽ സിനിമയിലെ നമ്മുടെ മമ്മൂട്ടിയുടെ തറവാട് പോലെയായിരുന്നു കേട്ടോ. ഭയങ്കര കാമൻ കൊയറ്റായിരുന്നു. നമ്മുടെ ഭൂമിയിലെ മാലാഖമാര് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു ചിരിക്കുന്നു. അവർക്ക് പിന്നെ ചിരിച്ചുകൊണ്ടൊക്കെ ഓടാല്ലോ. നമ്മളല്ലേ സ്ത്രീധനം കൊടുത്ത് 8ന്റെ പണി ചോദിച്ച് വാങ്ങിച്ചിട്ട് നിൽക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആകെയുള്ള ഒരു സമാധാനം പറഞ്ഞാൽ 8-10 നിറ വയറുകളെ കാണാം. അതിലൊരു ചേച്ചിയാണെങ്കിൽ പ്രസവ വേദന സഹിക്കാൻ വയ്യാതെ ഭർത്താവിനെ വീട്ടുകാരെ അറിഞ്ഞ് തള്ളിപ്രാകണം. ഞാൻ കുറെയൊക്കെ കേട്ട് പഠിച്ചു വെച്ചു. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ കിടന്ന് ഓടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് കുറെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. Ha 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 ha!